വളർത്തുന്നതിന് കണക്ക് പറയാമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നമസ്കാരം, സച്ചിനാണ്. പൊതുവെ ഇപ്പോൾ പല വീടുകളിലാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർ പൊതുവെ പറയാറുള്ളൊരു കാര്യമാണ്, അച്ഛനും അമ്മയും ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് കണക്ക് പറയുന്നു എന്നുള്ളത്. ഓക്കെ. അപ്പം ഞാൻ അത് ഒരുപാടായി കേൾക്കുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ മാത്രം എടുക്കുക. ഓക്കെ. നമ്മൾ സാഹചര്യം അനലൈസ് ചെയ്യാനും നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ശരിയാണെന്നുണ്ടെങ്കിൽ പ്രൗഡാക്കാനും നമുക്ക് ഈ ഒരു വീഡിയോ ഉപയോഗിക്കാം. ഓക്കെ. ദയവ് ചെയ്ത് ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയും ഉദ്ദേശം എന്ന് പറയില്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല വാക്കെന്ന് പറയുന്നത് ഉദ്ദേശശുദ്ധി എന്ന് പറയും. നമ്മൾ വളർത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ. ഇപ്പം നമ്മൾ വളർത്തുന്ന വ്യക്തിയുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണക്ക് പറയുകയോ അല്ലെങ്കിൽ വളർത്തിയ സാഹചര്യത്തിനെ ചൂഷണം ചെയ്യുകയോ ഇല്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരാളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾ തന്നെ ആവണമെന്നില്ല. നമ്മളിപ്പോൾ പൊതുവെ ചെയ്യാലോ, നമുക്കൊരാളെ വളർത്തിക്കൊണ്ടുവരാം. പക്ഷെ ഒരിക്കലും എന്തിനാവരുത്, അത് ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ കണക്ക് പറയാനോ വേണ്ടി ആവരുത്. ഓക്കെ. കാരണം വളർത്തുന്നതിൻ്റെ അവകാശമായിട്ട് നിങ്ങളത് കാണരുത്. വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അയാൾ ജെന്യുവിനായിട്ട് അല്ലെങ്കിൽ ആ കുട്ടി ജെന്യുവിനായിട്ട് വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ചെയ്യുക, അല്ലേ? അപ്പം നമ്മൾ തിരിച്ച് ബാക്കിയുള്ളതൊന്നും പ്രതീക്ഷിക്കരുതെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം ഈ പ്രതീക്ഷകളാണ് ഫ്രസ്ട്രേഷനായിട്ട് പുറത്തു വരുന്നത്. ഓക്കെ. അപ്പോൾ പല വേദനിപ്പിക്കുന്ന വാക്കുകളും നമ്മൾ ഈ വളർത്തുന്നവരെ തന്നെ പറയേണ്ട അവസ്ഥ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര നാൾ ചെയ്തിട്ടാണെങ്കിൽ പാരൻസിനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാരൻസിൻ്റെ പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നാൾ ആത്മാർത്ഥമായിട്ട് വളർത്തിയിട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ കണക്കൊക്കെ പറയാൻ നിന്നാൽ അത് ആ കുട്ടിയെ വളരെയധികം ഹേർട്ട് ചെയ്യും. ഹേർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആ കുട്ടി ജന്മത്തിൽ മറക്കില്ല. ഓക്കെ. അപ്പോൾ എന്തുണ്ടാവും, ഇത്രയും നാൾ നമ്മൾ ആത്മാർത്ഥമായി വളർത്തിയതിന് ശേഷം കുട്ടി ഇങ്ങനെ തെറ്റിദ്ധരിക്കലല്ല, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കാരണമാണ് നിങ്ങൾ അങ്ങനെ സംസാരിച്ചത് എന്നുള്ളത് കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മളൊരാളെ വളർത്തുമ്പോൾ എന്ത് ചെയ്യുക, നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് വളർത്തുക. ശരിയായിട്ട് അയാൾ വളരണം എന്നാഗ്രഹിച്ച് നമ്മൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ അങ്ങനെ പറ്റുമ്പോൾ എന്താ ഉണ്ടാവില്ല, നമ്മൾ ചെയ്യുന്നതിനുള്ള വില അത് ഉയർന്നു തന്നെ നിൽക്കും. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കുക, കണക്കുകൾ പറയാതെ എന്നാൽ അറിയിച്ചുകൊണ്ട് വളർത്താൻ ശ്രദ്ധിക്കുക. അറിയിക്കുകയും വേണം, അല്ലെങ്കിൽ അവർക്ക് വിലയില്ലാതാവുക എന്ന് പറയും. ഓക്കെ. അപ്പോൾ അക്കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വളർത്തുമ്പോൾ ശരിയായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വളർത്തുക. ഓക്കെ. എല്ലാവരും നന്നാവാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.